Ladies and gentlemen, this is Adarsh and welcome to my Kanedi. സോ ഒരു ലവ് സ്റ്റോറിക്ക് 3 പാർട്ട് ആരെങ്കിലും വിശ്വസിക്കൂ? എന്നാൽ അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് 2020 ഇറങ്ങിയത്. ഞാൻ കോവിഡ് ലോക്ക്ഡൌൺ ടൈമിലാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണുന്നത്. അന്ന് പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ, ഞം അടിക്കുക പടം കാണുക, ഞം അടിക്കുക പടം കാണുക. 2022 ഇതിന്റെ സെക്കൻഡ് പാർട്ടും ആൻഡ് 2026 ഇതിന്റെ തേർഡ് പാർട്ടും വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇപ്പൊ വലിയ പണി ഉണ്ട് എന്നൊന്നുമല്ല, ഇപ്പോഴും ഞം അടിക്കുക പടം കാണുക, ഇത് തന്നെയാണ് പണി. ലവ് മോക്ടെയിൽ 3. സോ ലവ് മോക്ടെയിൽ 1ഉം 2ഉം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. 3 C5ലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ എപ്പോഴും ഈ സീക്വലും തേർഡ് ഇൻസ്റ്റാൾമെന്റും ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണണോ, സെക്കൻഡ് പാർട്ട് കാണണോ, തേർഡ് പാർട്ട് കാണണോ? സോ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് മനസ്സിലാവുള്ളൂ, സെക്കൻഡ് പാർട്ട് കണ്ടാൽ മാത്രമേ തേർഡ് പാർട്ട് മനസ്സിലാവുള്ളൂ. സോ ആദ്യം അതൊക്കെ ഇരുന്ന് കാണുക, എന്നിട്ട് ഇത് കാണാം. ഇതിന്റെ ഫസ്റ്റ് 2 പാർട്ടും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഫ്രാഞ്ചൈസ് ആണ് ലവ് മോക്ടെയിൽ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തേർഡ് പാർട്ടും എനിക്കറിയില്ല ഇതിന്റെ തേർഡ് പാർട്ടിന്റെ ആവശ്യമുണ്ടോ. ഇപ്പൊ എവിടെ നോക്കിയാലും പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ആണല്ലോ. ഇപ്പൊ റീസെന്റ് എക്സാമ്പിൾ നോക്കിയപ്പോൾ ദൃശ്യം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ദൃശ്യത്തിന് എന്തിനാ തേർഡ് പാർട്ട്, ദൃശ്യത്തിന് എന്തിനാ ഫോർത്ത് പാർട്ട് എന്നാണ് നമ്മൾ ആലോചിക്കുക. ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു, കഥ വേണ്ടടേ. എന്നാ ഇങ്ങനെ വേണം തേർഡ് പാർട്ട് ഇറക്കാൻ. കിഡു സാധനം. കിഡു പറഞ്ഞാൽ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഗുഡ് പടം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, ഞാൻ പറയുന്നില്ല. വൺ ഓഫ് ദ ബെസ്റ്റ്, കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി. ലവ് മോക്ടെയിൽ 1, 2, 3 എടുത്തു കഴിഞ്ഞാൽ തേർഡ് പാർട്ട് ഈസ് മൈ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 2ഉം 1ഉം ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്നതാണ് ആൻഡ് തേർഡ് പാർട്ട് ഈസ് ദ ബെസ്റ്റ്. കാരണം തേർഡ് പാർട്ടിൽ ലവ് സ്റ്റോറി അല്ല, ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, അവരുടെ ഒരു ബോണ്ടാണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സോ ഇനി മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. ഡാർലിംഗ് കൃഷ്ണ ആളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്, ആൾ തന്നെയാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്, ആൾ തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ആളുടെ ഭാര്യ തന്നെയാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ആളുടെ ഭാര്യയുണ്ട്, സെക്കൻഡ് പാർട്ടിൽ ആളുടെ ഭാര്യയുണ്ട്, തേർഡ് പാർട്ടിലും ആളുടെ ഭാര്യയുണ്ട്. ആ കൊച്ചിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഫുട്ബോൾ ഇന്റർ മിലാനോ AC മിലാനോ അങ്ങനെ എന്തോ ആണ്, മിലാന രാജ്. സോ ആളാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ ലവ് മോക്ടെയിൽ 2 എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് തേർഡ് പാർട്ട് തുടങ്ങുന്നത്. സോ ഈ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ആദ്യത്തെ ഒരു 20 മിനിറ്റ് കണ്ടിട്ട് തള ബോറിംഗ് പടം, ഇതിനെയൊക്കെയാണ് പൊക്കി അടിക്കുന്നത് അങ്ങനെ തോന്നും. ഈ 3 പാർട്ടിലും അങ്ങനെയാണ്. ഫസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ബോറിംഗ്. ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, വെറുപ്പിക്കലായിട്ട് തോന്നും. പിന്നീട് കോർ പ്ലോട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലവ് സ്റ്റോറി ലവ് മോക്ടെയിൽ പാർട്ട് 1 കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതിന്റെ ടുവേർഡ്സ് എൻഡ് ഒക്കെ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമായിരുന്നു. അപ്പൊ സെക്കൻഡ് പാർട്ടിന് നോക്കുമ്പോൾ ഒരു ലീഡും ഇല്ല. കാരണം കണ്ടവർക്ക് അറിയാം മറ്റേ കൊച്ചു മരിച്ചിട്ടുണ്ടാവും. പിന്നെ എന്ത് പറഞ്ഞപ്പോ അതിലൊരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ സെക്കൻഡ് പാർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി കൊണ്ടുവന്നു. അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ തേർഡ് പാർട്ട് എടുത്തിരിക്കുന്നത്. ഇതിലൊരു കൊച്ചുണ്ട്. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു വേട്ടാവളിയന്റെ വെറുപ്പിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. എന്നാൽ ഇതിലൊരു കൊച്ചു വരും, ഈ മറ്റേ ഡാർലിംഗ് കൃഷ്ണന്റെ മകളായിട്ടുള്ളത്. ആ കൊച്ചു അടിപൊളിയായിരുന്നു. ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ആ കൊച്ചാണ്. ഷീ ഈസ് വെരി ക്യൂട്ട്, വെരി സ്വീറ്റ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ആ കൊച്ചു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അറിയോ. ആ കൊച്ചിന്റെ സീൻസ് വരാൻ തുടങ്ങിയ ശേഷം പടം ഓണാണ്. ആൻഡ് ടുവേർഡ്സ് ഇന്റർവെൽ ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. ഇതിൽ കോർട്ട് റൂം സീൻസ് ഉണ്ട്. ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫ് ഫുള്ളി കോർട്ട് റൂമിലുള്ള വാദപ്രതിവാദങ്ങളാണ്. കുറെ കോർട്ട് റൂം സീൻസ് ഉണ്ട്. അതൊക്കെ പെട്ടയാണ് കേട്ടോ, പെട്ടയാണ്. ഞാൻ ഈ ഇടയ്ക്ക് മറ്റേ സിസ്റ്റം പറഞ്ഞിട്ട് ജ്യോതികയും അതേപോലെ തന്നെ നമ്മുടെ സൊനാക്ഷിയും കൂടിയുള്ള ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ കോർട്ട് റൂം വാദപ്രതിവാദങ്ങളൊക്കെ വേസ്റ്റ്. ഇത് നൈസായിരുന്നു. അതിലെ മറ്റേ എസ്പെഷ്യലി ആ വക്കീൽ ലീല, അതാണ് പേര് തോന്നുന്നു, യജാതി കിടുവായിട്ടാണ് അവർ വാദിക്കുന്നത്. എല്ലാം കിടു പോയിന്റ്സ്. ദാറ്റ് വാസ് വെരി നൈസ്. ഹി വാസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ടുവേർഡ്സ് എൻഡ് ഡാർലിംഗ് കൃഷ്ണയുടെ കുറച്ച് ഇമോഷണൽ സീൻസ്, ആ കൊച്ചിന്റെ കുറച്ച് ഇമോഷണൽ സീൻസ്, പിന്നെ ടുവേർഡ്സ് എൻഡ് ഒക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഭയങ്കര രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാം. വൻ സംഭവം, അല്ലെങ്കിൽ ബാഹുബലി ടൈപ്പ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ലവ് സ്റ്റോറി ഫ്രാഞ്ചൈസ് ഇതുപോലെ ഇറങ്ങിയിട്ടില്ല എന്ന് നിന്റെ മൊയ്തീൻ, അനാർക്കലി ആ ലെവൽ അങ്ങനെയല്ല. സ്റ്റിൽ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. ഈ ഫ്രാഞ്ചൈസ് ബ്യൂട്ടിഫുൾ ആണ്.
സോ ഇതിൽ മറ്റേ എന്താണ് ജഗമമ്മി എന്നാ അങ്ങനെ ഏതോ ക്യാരക്ടർ ചെയ്ത് ഒരുത്തനുണ്ട്. ഈ മറ്റേ ഡാർലിംഗ് കൃഷ്ണ ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ച ആ പയ്യൻ. ഇവൻ ആ സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ട്. അതൊക്കെ രസം, അത്യാവശ്യം തമാശയും നല്ല രസത്തിൽ പോണ ഒരു പടമാണ്. ടുവേർഡ്സ് എൻഡ് ആവുമ്പോഴാണ് ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഉള്ളവരാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. കാരണം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 6 കൊല്ലമായി. അപ്പൊ എനിക്ക് ആരെയും മുഖമൊന്നും പ്രത്യേകിച്ച് ഓർമ്മയില്ല. അത്ര വൺ സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ വൻ ബഡ്ജറ്റിൽ എടുത്ത പടമല്ല. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഈ സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കണ്ട് തീരുമാനിക്കുക. സോ 1 and 2 ഈസ് അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം. തേർഡ് പാർട്ടി ഈസ് അവൈലബിൾ ഓൺ ZEE5. കന്നഡ പടമാണ്, കന്നഡ ലാംഗ്വേജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ.